വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് SMC സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്മാർട്ട് മണി കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി എങ്ങനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നത്. കാര്യം ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഒരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നതും ആ ഒരു ഓർഡർ ബ്ലോക്ക് വഴി നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ICTയും പ്രൈസ് ആക്ഷനും SMCയും അതുപോലെ ചാർട്ട് പാറ്റേൺസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ കൂട്ടി ഇണക്കിക്കൊണ്ട് പഠിക്കുക. കൺഫർമേഷൻസ് എത്രത്തോളം കൺഫർമേഷൻസ് എടുക്കാൻ പറ്റും അത്രത്തോളം കൺഫർമേഷൻ എടുത്ത് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ബിഗിനർ ട്രേഡേഴ്സ് ആണെങ്കിൽ മാക്സിമം ഏറ്റവും ലോട്ട് കുറച്ച് വെച്ചിട്ട് ഏറ്റവും 0.01 ലോട്ടിൽ ട്രേഡ്സ് എടുത്തെടുത്ത് പഠിക്കുക. ആദ്യം ഡെമോയിലെടുത്ത് പഠിക്കുക, ദെൻ 0.01 ലോട്ടിലെടുത്ത് പഠിക്കുക. ദെൻ ആ ഒരു ചേഞ്ച് നിങ്ങളെ ട്രേഡിങ്ങിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് പോലെ നിങ്ങൾ മണി ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് എങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഇവിടെ ഒരു ഇമേജ് കാണുന്നുണ്ടല്ലോ. ഈ ഒരു ഇമേജിൽ നല്ലൊരു ഓർഡർ ബ്ലോക്കും അതുപോലെ ആ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാം? ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്നും എന്താണ് ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് എന്നും ഉള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് വൺ മാർക്കറ്റ് ഒരു ഒരു ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യണം. അതാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചാർട്ടിൽ കാണിച്ചു തരുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിൽ മൂവ് ചെയ്യണം. ട്രെൻഡിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പം ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു മാർക്കറ്റ്, ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി ഇവിടെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തേക്കുന്നത് കണ്ടു. ദെൻ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് തരണം, ഒരു പമ്പ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തരണം. അതായത് അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ഇംബാലൻസ് തരണം. ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് ഒരു ഇംബാലൻസ് തരണം. എന്താണ് ഇംബാലൻസ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം, മാർക്കറ്റ് ഇവിടെ ഒരു ഇംബാലൻസ് നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യണം. ദെൻ മാർക്കറ്റിലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാകണം. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാകണം. എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരണം. ദെൻ നമുക്ക് എന്ത് വേണം? ഇവിടെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യും. അത് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു 100 CR ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് നീട്ടി വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഒരു 70 CRൻ്റെ ഓർഡറെ പുഷായിട്ടുള്ളതായിരിക്കും. ബാക്കി ഒരു 30 CR അല്ലെങ്കിൽ 40 CRൻ്റെ ഒരു ഓർഡർ പിന്നെ കിട്ടുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതും. ഇവിടെ നമുക്ക് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടെ മുകളിലോട്ട് ട്രേഡ് കിട്ടുകയും വേണം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യം, എന്താണ് ലിക്വിഡിറ്റി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടുള്ളത് ഒന്നുകിൽ ഒരു ഈക്വൽ ലോ അല്ലെങ്കിൽ ഒരു സ്വിങ്ങിന് താഴെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ചെയ്യണം. എന്താണ് സ്വിങ്ങിന് താഴെയുള്ള ലിക്വിഡിറ്റി? ഇങ്ങനൊരു മാർക്കറ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സ്വിങ്ങാണ്. ഓക്കെ, ഇതൊരു സ്വിങ്ങാണ്. ഈ സ്വിങ്ങിന് താഴെയുള്ള മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. അതാണ് സ്വിങ്ങിന് താഴെയുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു മുകളിലോട്ട് പമ്പ് ചെയ്തു. നെക്സ്റ്റ് പറയുന്നതാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു. അതായത് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നു, മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു
ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സ്വിങ്ങിന് താഴെയുള്ള ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈക്ക് താഴെയുള്ളൊരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതായത് നമ്മൾ ഇങ്ങനത്തുള്ളൊരു റേഞ്ചുകളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മാർക്കറ്റിൽ എന്ത് വേണം? ഒരു പമ്പിങ് മൊമെൻറ്റം ഉണ്ടായിരിക്കണം. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്ന് വേണം മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാൻ. അതായത് ഒരു ഇംബാലൻസ് വേണം. ഓക്കെ, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാം ഒരു ഇംബാലൻസ് നമുക്ക് കിട്ടിയിരിക്കണം. അത് നിർബന്ധമാണ്. ദെൻ നമുക്ക് എന്ത് വേണം? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടണം. ഓക്കെ, ഈ ഒരു സ്വിങ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, എന്താണ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് വേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്കൊരു ഇംബാലൻസ് കിട്ടുവാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ആ ഒരു പമ്പിങ്ങിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ക്യാൻഡിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യും. ദെൻ പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് സ്ലോ ആയിട്ട് വന്ന് മിതിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ട് ഒരു അപ്സൈഡിലോട്ട് നമ്മൾ ട്രേഡ് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇത്രയും കാര്യമാണ് നമ്മൾ ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സൈഡിലോട്ട് നമ്മൾ SMC ഉപയോഗിച്ചൊരു ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം ബിയറിഷിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാര്യം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിലും എല്ലാ കാര്യവും. ഇനി നമ്മൾ ഒരു ബിയറിഷ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ദെൻ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, ദെൻ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു, ഒരു ഇംബാലൻസ് തരുന്നു, അതായത് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരണം. ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ആ ഒരു ഇംബാലൻസും അതുപോലെ തന്നെ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നു. ദെൻ ഇവിടെ നമ്മൾ ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞാൽ ദെൻ ആ ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടിയില്ല. ആ ഒരു മൊമെൻറ്റം കിട്ടിയതിന് തൊട്ട് മുമ്പായിട്ടുള്ള ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് സ്ലോ ആയിട്ട് ഇങ്ങനെ വന്ന് മിതിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. ദെൻ മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഇതാണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയറിഷ് സൈഡിലോട്ട്, ഓക്കെ, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് ഇങ്ങനൊരു മൂവ്മെൻ്റ് ഇരുന്നു. ഓക്കെ, അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു, ദെൻ പമ്പ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ആ ഒരു പമ്പിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇംബാലൻസ് വന്നിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നമുക്കവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്തു എന്ന് മനസ്സിലാകൂ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുട് പ്രിൻറ്റ് വേണം, അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കണം. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി ഇതിൽ മെയിനാണ്. ലിക്വിഡിറ്റി ഇല്ലാണ്ട് ലിക്വിഡിറ്റി നോക്കാണ്ട് നിങ്ങൾ ഇങ്ങനൊരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാം. ഞാൻ അത് ചാർട്ടിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം, ഈ ഓർഡർ ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയുടെ കാര്യവും, അതായത് ഇത് ബുള്ളിഷ് സൈഡാണ്. ഓക്കെ, ബിയറിഷ് സൈഡായിരുന്നു കാണിച്ചു തരേണ്ടത്. ഓക്കെ, അതായത് ബിയറിഷ് സൈഡിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുവാണെങ്കിൽ
നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകുന്നു, നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നു, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകുന്നു, ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടുന്നു, ദെൻ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കത് ഞാൻ ഈ റിയൽ ചാർട്ടിൽ എങ്ങനെയാണ് ഈ ഒരു എൻട്രി എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റേഞ്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വരുന്നൊരു മാർക്കറ്റ്. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് ദെൻ ഒരു ഇംബാലൻസ് വന്നിട്ട് താഴോട്ട് പമ്പ് ചെയ്ത് ഇറങ്ങിപ്പോയി നിങ്ങൾക്ക് കാണാം. എന്താണ് ഇംബാലൻസ്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എല്ലാം ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ് താഴോട്ട്. ഓക്കെ, ദെൻ അതിന് മുമ്പ് എന്താണ് വേണ്ടത്? ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്യണം. വളരെ കറക്റ്റായിട്ട് മാർക്കറ്റ് അവിടെ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് ഒരു ടാപ്പ് ഇവിടെയും ടാപ്പ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവിടെയും ടാപ്പ് ചെയ്തിട്ടുണ്ട്, ദെൻ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മളെ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു കാര്യം, സ്റ്റോപ്പ് ലോസ് എന്നത് നമ്മളിവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ടിരിക്കണം. ഓക്കെ, ദെൻ കൺഫർമേഷൻ എടുക്കുക, ട്രേഡിൽ എൻ്റർ ആവുക. നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, ദെൻ സെക്കൻഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റം നമുക്ക് അവിടെ കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. ദെൻ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ SMC ഉപയോഗിച്ച് എടുത്ത ട്രേഡ്സ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് കളയുവാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് ഡൗൺ സൈഡിലോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് ദെൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് തിരിച്ച് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് വേണം? നമ്മളൊരു ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ആ ഒരു മൊമെൻറ്റത്തിന് ദെൻ മുമ്പിലുള്ള ആ ഒരു റെഡ് ക്യാൻഡിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നു, റിജക്ഷൻ തന്നതിന് ശേഷം ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ ഒരു സ്വിങ്ങിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തുകൊണ്ടാണ് മുകളിലോട്ട് മൂവ് ചെയ്ത് കയറി പോയേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു റെഡ് റിജക്ഷൻ ക്യാൻഡിൽ കാണാൻ പറ്റും. ദെൻ ഒരു ബുൾ സൈഡിലോട്ട് നല്ലൊരു ബൈ പ്രഷർ എന്നൊരു ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ എൻട്രി വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1:2 നമുക്ക് ആ ഒരു റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെക്കുകയാണ്. ഈ ഒരു സ്വിങ്ങിൽ ഇവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നു. ദെൻ നമുക്ക് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബാക്കിയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമുക്ക് മുകളിലോട്ട് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം മുകളിലോട്ട് അവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴോട്ടും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഏരിയകളുണ്ട്. അപ്പം അതിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, അതായത് പറയുന്നത് ബിഗിനർ ട്രേഡേഴ്സാണ് ഏകദേശം ഒരു 1:2 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 1:1.5 എന്നുള്ള രീതിയിൽ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം കുറച്ചുകൂടെ അധികം നിങ്ങൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്കറ്റ് ഒരു റേഞ്ചിൽ തട്ടി തിരിച്ചിറങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉപയോഗിച്ച് ഒരു ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ മാർക്കറ്റ് വന്നു. ഈ ഒരു സ്വിങ്ങിന് താഴെയുള്ള ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തു. അപ്പോൾ ഓരോ ലിക്വിഡിറ്റിയും കാര്യങ്ങളും എല്ലാം ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു. ദെൻ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? നല്ല സ്ട്രോങ് ആയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് മാർക്കറ്റ് മൂവ് ചെയ്തേക്കാൻ ഇത്രയും നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ബൈ സൈഡിലോട്ട് ഒരു പമ്പിങ് മൊമെൻറ്റ് കിട്ടിയതിന് തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളെവിടെ വെക്കുന്നു? നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഈ ഒരു തൊട്ട് സ്വിങ്ങിന് താഴെയായിട്ട് വെക്കുന്നു. ഓക്കെ, സ്വിങ്ങിന് താഴെയായിട്ട് വെക്കുന്നു. ദെൻ നമുക്ക് ഒരു ടാർഗറ്റ് നമുക്ക് ഏകദേശം ഒരു 1:2 എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് കറക്റ്റ് എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇതാ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി എടുത്തു. ദെൻ എന്ത് തന്നു? ഒരു സ്ട്രക്ചർ ബ്രേക്ക് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നല്ല പമ്പ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ എന്താണ്? നമ്മൾ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്നു. ദെൻ ഓർഡർ ബ്ലോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നു? ഇതിന് തൊട്ട് മുകളിലായിട്ട്, ഈ ഒരു സ്വിങ്ങിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ഒരു ടാർഗറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നതിൽ തുടങ്ങി ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള രീതി വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ലിക്വിഡിറ്റിയുടെ കാര്യമാണെങ്കിൽ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഓരോരോ എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാം. ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇവിടെ ഇന്നത് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് എന്നുള്ള രീതിയിൽ ചുമ്മാ മാർക്കറ്റിൽ കയറി ചുമ്മാ നമ്മൾ വരച്ചു വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയുക. ഓക്കെ, ഇംബാലൻസ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ലിക്വിഡിറ്റി ഗ്രാബ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒരു സ്ഥലത്ത് നമ്മൾ നോക്കിയപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് കയറി പോയേക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ബിയറിഷ് ഓർഡർ ബ്ലോക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.